എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ +2 പ്രാക്ടിക്കൽ എക്സാമിൻ്റെ എക്സ്പീരിയൻസ് ആണ്. എന്നോട് ചോദിച്ച വൈവേ ക്വസ്റ്റ്യനും അതുപോലെ തന്നെ എൻ്റെ റെക്കോർഡ് ബുക്കും എനിക്ക് എത്ര മാർക്ക് കിട്ടി എന്നിട്ട് പ്രാക്ടിക്കൽ എക്സാമിന് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്, ഇപ്പോൾ പ്രാക്ടിക്കൽ എക്സാം അടുക്കാറായി, കുട്ടികൾക്ക് മോഡൽ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് പല സ്കൂളുകളിലും. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ വൈവയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യനെക്കുറിച്ചും പ്രാക്ടിക്കൽ എക്സാമിനെക്കുറിച്ചും പല കുട്ടികളും ടെൻസ്ഡ് ആയിട്ടിരിക്കുമായിരിക്കും. അത്തരക്കാർക്ക് ഇത് കേൾക്കുമ്പോൾ കുറച്ചൊന്ന് റിലാക്സ്ഡ് ആവാൻ പറ്റും. അതുപോലെ തന്നെ പ്രാക്ടിക്കൽ എക്സാമിൻ്റെ ഒരു ഐഡിയയും കിട്ടും. 15 പേരടങ്ങുന്ന ഒരു ബാച്ചായിട്ട് ക്ലാസ്സിലെ കുട്ടികളെ ഡിവൈഡ് ചെയ്തിട്ട് ആദ്യത്തെ 15 പേർക്ക് രാവിലത്തെ സെക്ഷനിലും ബാക്കിയുള്ള കുട്ടികൾക്ക് ആ ഒരു സെക്ഷനിലെ എക്സാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും അടുത്ത എക്സാം. ഞാൻ വന്നത് 2ാമത്തെ ദിവസത്തെ ബാച്ചിനകത്തായിരുന്നു. 2ാമത്തെ ദിവസം രാവിലെ ആയിരുന്നു എൻ്റെ എക്സാം. അപ്പോൾ തലേദിവസം എക്സാം കഴിഞ്ഞിട്ടുള്ള കുട്ടികളുടെ അടുത്ത് എക്സ്പീരിയൻസ് ഓൾറെഡി ചോദിച്ച് മനസ്സിലാക്കി വെച്ചു. പിന്നെ 10ാം ക്ലാസ്സിൽ IT എക്സാം നമ്മൾ ഓൾറെഡി അറ്റൻഡ് ചെയ്തിട്ടുള്ളവരല്ലേ. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസും ഓർത്ത് വെച്ചിട്ടാണ് ഈ ഒരു എക്സാമിന് പോയത്. പിന്നെ ഒരുപാട് ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുന്ന ഒരാളല്ലായിരുന്നു. അത്യാവശ്യം ക്ലാസ് ടൈമിൽ പ്രാക്ടിക്കൽസ് ചെയ്ത് നോക്കാനായിട്ട് നമ്മൾ കമ്പ്യൂട്ടർ ലാബിൽ പോകുന്ന സമയത്ത് യൂട്യൂബൊക്കെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഉപ്പും മുളകും സീസൺസൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ പരിപാടികൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പോകുന്ന സമയത്തെല്ലാം ഫുള്ളി ഫോക്കസ്ഡ് ആയിട്ട് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്ത് ക്ലാസ്സുകൾ പഠിച്ച ഒരാളൊന്നും അല്ലായിരുന്നു. ഇത് എടുത്ത് പറയാനുള്ള റീസൺ, എല്ലാവരും ലാബിലൊക്കെ പോയിട്ട് ചിലപ്പം ഗെയിം കളിക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ യൂട്യൂബിലൊക്കെ ഏതെങ്കിലും എൻ്റർടൈൻ ചെയ്യുന്ന വീഡിയോസൊക്കെ കണ്ട് സമയം കളഞ്ഞിട്ടുള്ളവരായിരിക്കും. അപ്പോൾ അത്തരക്കാർക്ക് പോലും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ലാസ്റ്റ് കുറച്ച് ദിവസമെങ്കിലും നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതുവരെയും നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാം കഴിഞ്ഞിട്ടില്ല, ഇനിയാണെങ്കിലും നിങ്ങൾക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ല മാർക്ക് മേടിക്കാൻ പറ്റും. അതൊന്ന് മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഞാനിവിടെ എടുത്ത് പറഞ്ഞത്. ഇനി എൻ്റെ എക്സ്പീരിയൻസിലോട്ട് തിരിച്ചു വരാം. ഞങ്ങൾ +2 പഠിക്കുമ്പോൾ 2 ബെഞ്ചിലായിട്ട് 4 പേര് വെച്ച് 2 ബെഞ്ചിലായിട്ട് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സായിരുന്നു. അപ്പം ഞങ്ങൾ ലാബിൽ പോകുന്ന സമയത്ത് ആരെങ്കിലുമൊക്കെ 2 പേര് നന്നായിട്ട് ശ്രദ്ധിക്കും ടീച്ചർ പറയുന്നതൊക്കെ. എന്നിട്ട് ആ 2 പേര് ബാക്കിയുള്ളവർ കൂടി പറഞ്ഞു കൊടുക്കും. അതല്ലെങ്കിൽ ടീച്ചേഴ്സ് നന്നായിട്ട് പഠിക്കുന്ന ബുജ്ജി പോലത്തെ പിള്ളേരുണ്ടല്ലോ, അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ശ്രദ്ധിച്ചിട്ട്, അല്ലെങ്കിൽ അവരുടെ അടുത്ത് പോയി ചോദിച്ചിട്ട് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്, എങ്ങനെയാണ് ആൻസർ കണ്ടുപിടിക്കുന്നതെന്നൊക്കെ നോക്കി അവരോട് ചോദിച്ച് അപ്പുറത്തിരിക്കുന്നവരോടൊക്കെ ചോദിച്ചിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഒരാൾ പഠിച്ചിട്ട് അടുത്ത ആളെ പഠിപ്പിച്ചു കൊടുക്കും. അങ്ങനെയായിരുന്നു ഞങ്ങൾ ഒരു പഠന രീതി എന്ന് പറയുന്നത്. +1 +2 ഞാൻ ഗേൾസ് സ്കൂളിലാണ് പഠിച്ചത്. ലാബിൽ ലാസ്റ്റ് റോയിലെ സിസ്റ്റമാണ് കിട്ടുന്നതെങ്കിൽ ഞങ്ങൾ ഫുള്ള് യൂട്യൂബിൽ തന്നെ ആയിരിക്കും. ടീച്ചർ ഫസ്റ്റ് റോയിലിരിക്കുന്ന കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് ബാക്കിലോട്ട് വരുമ്പോഴത്തേക്ക് ലേറ്റ് ആവും. മാത്രമല്ല ഫസ്റ്റ് റോയിലിരിക്കുന്ന കുട്ടികൾക്ക് ഭയങ്കര സംശയങ്ങളാണ്. അപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ തന്നെ കുറേ സമയം വേണം. അങ്ങനെയൊക്കെയായിരുന്നു ഒരു ക്ലാസ്സുകൾ പ്രാക്ടിക്കലിൻ്റെ. +2 മോഡൽ എക്സാം വന്നപ്പോഴത്തേക്ക് കുറച്ചുകൂടി സീരിയസ് ആയി. കാരണം സ്ട്രിക്റ്റാണ്, പുറത്തുനിന്ന് ടീച്ചർ വരും. അപ്പോൾ നമുക്ക് വേറെ വഴിയൊന്നുമില്ല പഠിക്കാതെന്ന് മനസ്സിലായപ്പോൾ ആ ഒരു മോഡൽ എക്സാം അടുപ്പിച്ച് ഒരാഴ്ച ഞങ്ങൾക്ക് ഈ ഒരു പ്രാക്ടിക്കൽ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നു ക്ലാസ്സുകൾ ഉണ്ടായിരുന്നത്. ഞങ്ങൾ സ്കൂളിലോട്ട് വരും, എന്നിട്ട് രാവിലെ വന്ന് കമ്പ്യൂട്ടർ ലാബിനകത്ത് കയറും, അവിടെ ഇരുന്ന് പഠിക്കും. അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് കാണും, വീണ്ടും പഠിക്കും, വീഡിയോസ് കാണും. അങ്ങനെ സമയം ചെലവഴിക്കും. ടീച്ചർ ക്വസ്റ്റ്യൻസ് എല്ലാം എടുത്തു തന്നിട്ടുണ്ടായിരുന്നു. പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങനെയൊക്കെ തന്നിട്ട് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുമായിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ പാർട്ടായിട്ടാണല്ലോ. അപ്പം ഓരോ പാർട്ടിൽ നിന്നും അറ്റ്ലീസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ചെയ്യാനായിട്ട് ഒരു കുട്ടിക്ക് അറിയണം എന്നതുപോലായിരുന്നു ടീച്ചറിൻ്റെ ക്ലാസ്. ടീച്ചർ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് എടുത്ത് തന്ന് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. എക്സാം അടുക്കുന്നത് വരെ നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ മാർക്ക് കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പേടിപ്പിച്ചെങ്കിലും എക്സാം അടുത്തപ്പോൾ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്ത് വലിയ കാര്യമൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കൂളാക്കിയിട്ടാണ് എക്സാം ഹാളിലേക്ക് കയറ്റിയത്. ഞങ്ങൾക്ക് എക്സാമിന് വന്ന എക്സ്റ്റേണൽ ടീച്ചർ ഒരുപാടങ്ങ് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളൊന്നും അല്ലായിരുന്നു. നമുക്ക് അലോട്ട് ചെയ്തിട്ടുള്ള സിസ്റ്റത്തിൻ്റെ അടുത്ത് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ടേബിളിൽ സാറിൻ്റെ അടുത്ത്, ഈ എക്സ്റ്റേണൽ ടീച്ചറിൻ്റെ അടുത്ത് തന്നെ നമുക്ക് റെക്കോർഡ് വെച്ചിട്ട് വേണമായിരുന്നു കയറാനായിട്ട്. അപ്പോൾ അവിടെ നമ്മുടെ റെക്കോർഡ് വെച്ചിട്ട് ഏത് സിസ്റ്റമാണോ അലോട്ട് ചെയ്തത് ആ സിസ്റ്റത്തിൻ്റെ അടുത്ത് പോയി ഇരുന്നു. എൻ്റെ റോൾ നമ്പറും എൻ്റെ ഫ്രണ്ടിൻ്റെ റോൾ നമ്പറും അടുത്ത് തന്നെ ആയതുകൊണ്ട് തന്നെ ലാബിലും ഞങ്ങൾ അടുത്ത് തന്നെ ആയിരുന്നു, അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടാണ് ഇരുന്നത്. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ചോദിച്ചും പറഞ്ഞു എഴുതേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. ഓൾറെഡി മോഡൽ എക്സാമിന് ചെയ്ത് പഠിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഈസി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നമുക്ക് പിന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഔട്ട്പുട്ട് തിയറിറ്റിക്കലായിട്ട് നമുക്കത് എഴുതി വെക്കണമല്ലോ, സ്റ്റെപ്സും അതുപോലെ തന്നെ കിട്ടിയ ഔട്ട്പുട്ടും നമുക്ക് എഴുതണമല്ലോ. അതിനുള്ള പേപ്പർ ഞങ്ങൾക്ക് ആദ്യം തന്നിട്ടുണ്ട്.
കൊടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യം പ്രൊസീജിയർ എഴുതിയിട്ടാണ് ഞങ്ങൾ സിസ്റ്റത്തിൽ ചെയ്തത്. എന്നിട്ട് കിട്ടിയ ഔട്ട്പുട്ട് സിസ്റ്റത്തിൽ തന്നെ നോക്കിയിട്ട് നമ്മൾ തിയറി ആയിട്ട് എഴുതിയതായിരുന്നു, പേപ്പറിലേക്ക് എഴുതിയതായിരുന്നു. അതിനുള്ള സൗകര്യം ഉണ്ടോ എന്ന് കുട്ടികൾ ചോദിച്ചിരുന്നു. അതായത് സിസ്റ്റം നോക്കിയിട്ട് നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട് പകർത്താനായിട്ട് പറ്റുമോയെന്ന്. ഞങ്ങൾക്ക് അങ്ങനെ ആയിരുന്നു. സിസ്റ്റത്തിൽ കിട്ടിയ ഔട്ട്പുട്ട് നമ്മൾ അതേപോലെ പേപ്പറിനകത്ത് എഴുതിയാണ് കൊടുത്തത്. അതുപോലെ തന്നെ കിട്ടിയ ഔട്ട്പുട്ട് സാറിനെയും എക്സ്റ്റേണൽ ടീച്ചറിനെയും കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് ശേഷം നമ്മൾ ഈ പേപ്പർ സാറിൻ്റെ അടുത്ത് കൊണ്ട് കൊടുക്കും. ആ ഒരു സമയത്തായിരുന്നു വൈവ നടന്നത്. പേപ്പർ കൊടുത്തിട്ട് സാർ ക്വസ്റ്റ്യൻസ് ചോദിക്കും. എൻ്റെ അടുത്ത് സാർ ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ ടു ക്രിയേറ്റ് എ കമ്പനി എന്നുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഓൾറെഡി ജിനുക്കാറ്റയിൽ സ്റ്റെപ്സ് എഴുതി വെച്ചിട്ടുണ്ട് എങ്ങനെയാണ് കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ അത് അറിയാവുന്നത് പോലെയൊക്കെ ഞാൻ പറഞ്ഞു. മലയാളത്തിലാണ് ഞാൻ പറഞ്ഞത്. പിന്നെ സമ്മിഫിൻ്റെയോ ഏതോ ഒരു ഇക്വേഷനോടെ ചോദിച്ചു, അതും പറഞ്ഞു. ഈ കമ്പനി ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റെപ്പ് എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവൾ ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവൾ എന്നെക്കാട്ടിലും നെർവസ് ആയിരുന്നു, ടെൻഷനും ആയിരുന്നു അവൾക്ക്. പക്ഷേ മാർക്ക് വന്നപ്പോൾ അവൾക്കും എനിക്കും സെയിം മാർക്ക് തന്നെയായിരുന്നു. അവൾക്ക് നല്ല പേടിയുണ്ടായിരുന്നു റിസൾട്ട് വരുന്നത് വരെയും ആൻസർ വൈവയ്ക്ക് പറയാതെ പോയതുകൊണ്ട് തന്നെ 4 മാർക്ക് മിസ്സാവുമോ എന്നുള്ളത്. പക്ഷേ കിട്ടി, കുഴപ്പമൊന്നുമില്ലായിരുന്നു. വൈവ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ നമ്മുടെ ടീച്ചർ ഉണ്ടായിരുന്നു. ടീച്ചറിൻ്റെ അടുത്ത് എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്തു. പിന്നെ നമ്മുടെ റെക്കോർഡ് ബുക്ക് തിരിച്ചു കിട്ടി. അതിലിങ്ങനെ കൊണ്ട് അടിച്ചിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു എൻ്റെ ഒരു പ്രാക്ടിക്കൽ എക്സാമിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് +2. ഞാൻ ആ മോഡൽ എക്സാം കഴിഞ്ഞതിന് ശേഷം എൻ്റെ ലാപ്ടോപ്പിൽ ലിബർ ഓഫീസ് ഇൻസ്റ്റാൾ ചെയ്തു. അതേപോലെ തന്നെ ലിബർ ഓഫീസ് കാൽക്ക് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതെനിക്ക് കുറച്ച് ഹെൽപ്ഫുള്ളായിട്ട് ഫീൽ ചെയ്തു. പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ. നിങ്ങൾക്കും ലാപ്ടോപ്പ് ഉള്ളവരാണ്, വീട്ടിൽ സിസ്റ്റം അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഉള്ളവരാണെങ്കിൽ യൂട്യൂബിൽ നോക്കിയിട്ട് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് നോക്കിയാൽ മതി. നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ പ്രാക്ടിക്കൽ എക്സാം കുറച്ചും കൂടി ഈസി ആകും. നമുക്ക് സ്കൂളിൽ ചെയ്യുന്നതിന് കുറച്ച് ലിമിറ്റേഷൻ ഉണ്ടല്ലോ. ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യനൊക്കെ ആയിരിക്കും നമ്മൾ സ്കൂളിൽ ചെയ്ത് പഠിക്കുക, ബാക്കിയൊക്കെ ഫ്രണ്ട്സ് ചെയ്യുന്നത് നോക്കിയിട്ടൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. അത്തരക്കാർക്ക് വീട്ടിൽ സിസ്റ്റം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ചെയ്ത് നോക്കിക്കൂടാ? അപ്പോൾ അങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി എൻ്റെ മാർക്ക് നമുക്ക് കണ്ടാലോ. 40 മാർക്കിനായിരുന്നല്ലോ പ്രാക്ടിക്കൽ എക്സാം. 40-ൽ 40 മാർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര വലിയ സംഭവമൊന്നും അല്ല പ്രാക്ടിക്കൽ എക്സാം. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എൻ്റെ ബാക്കി മാർക്കൊക്കെ ഹൈഡ് ചെയ്തത് ആ ഒരു സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യുമ്പം ആ മാർക്ക് നിങ്ങളെ കാണിക്കാം. ഇനി റെക്കോർഡ് ബുക്കിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെ റെക്കോർഡ് ബുക്ക് യൂസ് ചെയ്തിട്ടാണ് ക്ലാസ്സുകൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിനെ ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നത്. അതിൽ നിങ്ങൾ ഈ ഒരു റെക്കോർഡ് ബുക്ക് കണ്ടിട്ടുണ്ടാവണം. നമ്മുടെ ചാനലിൽ ഞാൻ പ്രൊവൈഡ് ചെയ്ത വീഡിയോസ് എല്ലാം എൻ്റെ എക്സ്പീരിയൻസിലൂടെ ഞാൻ ഗെയിൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഞാൻ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു സബ്ജക്റ്റ് പഠിപ്പിക്കുന്ന അധ്യാപകരിൽ നിന്ന് ഡേറ്റാസ് കളക്ട് ചെയ്തിട്ടാണ് അതിൻ്റെ വീഡിയോസ് നമ്മുടെ ചാനലിൽ പ്രൊവൈഡ് ചെയ്തിരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ യൂസ്ഫുള്ളായിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.